എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കിണാപ്പനെ മാറ്റിയിരുത്തിയതാ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ സാർ, അത് നൂറ് എടുത്ത് വെക്ക് നൂറ് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്ക് പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയാം. വേറെ വല്ല ഐഡിയാസിനെ ചെയ്യ്, വേറെ വല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുണ്ട് ചെയ്യ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ബുദ്ധിപരമായിട്ട് ഒരു പഴയ കാര്യം. ആരാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി? ആരാണ്? അത് ആരാന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ശക്തൻ തമ്പുരാൻ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പണി പിന്നെയും പാളി. കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധി ഉപയോഗിക്കാനായിട്ട്. ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. മാറി നിൽക്കാൻ പറയണ ബിഗ് ബോസ്. എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നു. ഇത് ഞാൻ രണ്ടെണ്ണം കട്ടെടുത്തിട്ട് ഈ മണ്ടനെ ഞാൻ കൊടുത്തു. ഇയാളപ്പോ പറയണേ ഇതിന് ക്വാളിറ്റി ഇല്ല, എടുക്കാൻ പറ്റില്ല. ഇയാളെ പിന്നെ ഞാൻ തന്നേണ്ട. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്താ പിന്നെ ബാക്കി നാളെ അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?